പ്രവാചകന്റെ മാതൃകയില്ലാത്ത വിഷയം. സുഹൃത്തെ, അതിനെ ബിദ്അത്ത് എന്ന് പറയാ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ കത്തിക്കുത്തും ബലാത്സംഗവും കൂട്ടക്കൊലയൊന്നല്ല. അത് വേറെ. ഇസ്ലാമിലുള്ള കാര്യം തന്നെ രൂപം മാറ്റി ചെയ്താൽ ബിദ്അത്തായി. പുതിയ എണ്ണമുണ്ടാക്കിയാൽ ബിദ്അത്തായി. പുതിയ ഭാവമുണ്ടാക്കിയാൽ ബിദ്അത്തായി. നമ്മൾ പ്രതിഫലം നിശ്ചയിച്ചാൽ ബിദ്അത്തായി. ഇപ്പൊ നമ്മൾ പറഞ്ഞ ജലാലിയ റാത്തീബിൽ ഇന്നത് 100, ഇന്നത് 101, ഇന്നത് 103, ഇന്നത് 33. ഈ എണ്ണ എവിടുന്ന് കിട്ടി? ഹദ്ദാദ് റാത്തീബിൽ കുറെ ദിക്റുണ്ട്. സൂറത്തുൽ ഫാത്തിഹ 7, ഇഖ്ലാസ് 3, ഖുൽ റബ്ബിനാസ് 4. ഈ എണ്ണ എവിടുന്ന് കിട്ടി? ഓരോ റാത്തീബിന്റെ വിഷയം അതാണല്ലോ. റിഫായ റാത്തീബിൽ അല്ല 303, ഇല്ല 303. എന്തല്ല എന്തില്ല, അത് ഓരോന്ന് 303. ഇങ്ങനെ ഓരോ ബിദ്അത്ത് ഉണ്ടാക്കി. പേരെന്താ? എന്താ ഇപ്പൊ കുഴപ്പം? നല്ലതല്ലേ? ഇസ്ലാമിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ തെളിവുണ്ടോ എന്ന് ചോദിക്കും നമ്മള്. ഓരോന്നിനും തെളിവ് വേണം. തെളിവില്ലാതെ മതത്തിൽ ഒന്നും ചെയ്യാവതല്ല. തെളിവ് വേണ്ട എന്ന് മുസ്ലിം ഇനി പറയരുത്. തെളിവ് വേണം. നിങ്ങളെ മുടിക്ക് തെളിവ് വേണം, സനദ് വേണം, നിങ്ങൾ കൊണ്ടുവരുന്ന ഹദീസുകൾക്ക് തെളിവ് വേണം, നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കൊക്കെ തെളിവ് വേണം. ആൾക്കാർ ചോദിച്ചല്ലോ മുടി എവിടെ, അതിന്റെ സനദ് എവിടെ? ചൂടായിട്ടൊന്നും കാര്യമില്ല, അതിന് തെളിവ് ആളുകൾക്ക് കിട്ടണം. കാരണം പ്രവാചകന്റെ മുടിയാണെങ്കിൽ ബർക്കത്തുള്ളതാണ്, സംശയമൊന്നുമില്ല. ഏതോ മനുഷ്യന്റെ മുടി കൊണ്ടുവന്നത് പിളരുന്നു, വളരുന്നു, ആടുന്നു, ഡാൻസ് കളിക്കുന്നുണ്ട്. ഒരുത്തിന് ഭ്രാന്താണെങ്കിൽ എല്ലാവർക്കും ഭ്രാന്താകണോ? എന്നിട്ട് അത് ഈ മുസ്ലിം സമൂഹത്തിന് അത് മുക്കിയിട്ട് വള്ളം കൊടുക്കുക. ഇതിനാ പൗരോഹിത്യം എന്ന് പറയാം. യഅ്കുലൂന അംവാലന്നാസ് ബിൽ ബാത്തിൽ. അന്യായമായിട്ട് ദീനിന്റെ പേര് പറഞ്ഞിട്ട് ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുക. വയസുദ്ധവും അൻസബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ തടുക്കുക. സഹോദരങ്ങളെ, ഞാൻ 1-2 വാക്കുകൾ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചാൽ. ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും എന്ത് ബിദ്അത്ത് ചെയ്താലും എന്താ പറയാ? നല്ലതല്ലേ 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 എന്നാ. ഇത് എന്താണെന്നറിയോ? ഈ എന്താ പറയാ, ഇർഷാദുൽ ഇബാദ് ഒരു കിതാബ് ഒരൊറ്റ സമസ്തക്കാരും എതിർക്കൂല. ഇർഷാദുൽ ഇബാദ് അത് ആരെ എഴുതിയതെന്നറിയോ? പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം. അതുകൊണ്ട് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതിന് പരിഭാഷയുണ്ട്. ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ആ പരിഭാഷയിൽ ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ, ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ, അതില് പറയുന്നത് കേട്ടോളൂ. ഒരു ഹെഡിങ് ആണ്, നിരോധിക്കപ്പെടേണ്ട ചില അന്ധവിശ്വാസങ്ങൾ. ഞങ്ങൾ പല സംഗതികളും ബിദ്അത്താണ്, തെറ്റാന്ന് പറയുമ്പോൾ കണ്ടോ, മുജാഹിദുകൾ സ്വലാത്തിനെ മുടക്കാണ്, മുജാഹിദുകൾ ദിക്റിനെ മുടക്കാണ്, ഇതൊക്കെ പാരമ്പര്യമായി ചെയ്യുന്നതല്ലേ എന്ന് പറയും. പാരമ്പര്യം റസൂല് വരെ എത്തുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആരും ദിക്റിനെ എതിർക്കല്ല. ഇല്ലാത്ത ദിക്റാ ചൊല്ലുന്നത്, ഇല്ലാത്ത രൂപങ്ങളാ ഉണ്ടാക്കുന്നത്, ഇല്ലാത്ത മഹത്വങ്ങളാ പറയുന്നത്, കള്ളക്കറാമത്തുകൾ അവിടെ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ ആ സ്വലാത്തിന്റെ ദിക്റിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടാണ് ഇന്ന് സമൂഹത്തിൽ പുരോഹിതന്മാർ നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തിന്റെ ഗൗരവം അറിയണം. ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടൂലെന്നാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ചില ആളുകളെ അവരെ പരലോകത്ത് വെച്ചുകൊണ്ട് ആട്ടി അകറ്റപ്പെടും. ചില ആളുകൾ ആട്ടി അകറ്റപ്പെടും. ഏതുപോലെ? ഈ എന്താ പറയാ, വഴിതെറ്റിപ്പോയ ഒട്ടകത്തെ പോലെന്നാ. കൽ ബഈരിൽ ളാല്, വഴി തെറ്റിയ ഒട്ടകം. അപ്പുറത്തെ തോട്ടത്ത് കയറുക, അവിടുന്ന് ആള് കല്ലെടുത്തെറിഞ്ഞാട്ടും. അപ്പൊ ഈ ഓടിയിട്ട് ഈ തോട്ടത്തെ കയറുക, അപ്പൊ അവിടുന്ന് കല്ലെടുത്തെറിഞ്ഞാട്ടും. അങ്ങനെ രക്ഷയില്ലാണ്ട് നടക്കുന്ന, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒട്ടകം, അൽ ബഈറുൽ ളാല് എന്ന് പറയാം. അവരെ ആട്ടി അകറ്റുന്നത് പോലെ ചില ആളുകളെ ആട്ടി അകറ്റും പരലോകത്തു നിന്നും. ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോ, ഹൗദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ, ഹൗദുൽ കൗസർ, ഇന്ന ആതൈനാക്കൽ കൗസർ. കൗസർ സ്വർഗത്തിലെ ഒരു നദിയാണ്. ആ കൗസറിന്റെ ഒരു ജലസംഭരണി ഹൗദ് സ്വർഗത്തിന് പുറത്തുണ്ട്. അത് പരലോകത്ത് വിചാരണയ്ക്ക് ശേഷം സംവിധാനിച്ചതാണ്. അപ്പോ ആ കൗസർ സ്വർഗത്തിന് പുറത്താണ്, അല്ല ഹൗദ് സ്വർഗത്തിന് പുറത്താണ്, കൗസർ സ്വർഗത്തിനകത്താണ്. കൗസർ അല്ല പുറത്തുള്ളത്. നമ്മൾ അതും കൂട്ടത്തിൽ പഠിക്കാം. ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ കൗസറിന്റെ ഹൗദ് എന്ന, കൗസർ സ്വർഗത്തിലാണ്, ഹൗദ് സ്വർഗത്തിന്റെ പുറത്തുള്ളത്. ആ ഹൗദിൽ നിന്നാണ് വെള്ളം കോരിക്കൊടുക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാനാണ് ഹൗദിങ്കിൽ ആദ്യം വരിക. എന്നാൽ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലെ വെള്ളം എന്ന് പറഞ്ഞാൽ മാഉഹു അബിയദു മിനൽ ലബൻ വ അത്യബു മിനൽ മിസ്ക്, അതുപോലെ വഹില മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുത്ത, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള നല്ല വെള്ളം. കീസാനുഹു കഅദദി നുജൂമിസ് സമാ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അത്രയും എണ്ണം അതിലെ കപ്പുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ സവായാഹു സവാ, 4 ഭാഗവും തുല്യമാണ്. പിന്നെ അതിന്റെ നീളം വീതിയൊക്കെ ഒരുപോലെയാണ്. മസീറത്തു ഷഹർ, അത് 1 മാസത്തെ യാത്രാ ദൂരമാണ് എന്നൊക്കെ ഹദീസിൽ കാണാം. അത് കുടിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ ആട്ടി അകറ്റപ്പെടുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കും അവരെ, ഹലുമ്മ ഹലുമ്മ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അപ്പഴ അള്ളാന്റെ ഭാഗത്തൊരു വിളി ഇല്ല, അവർക്കതില്ല. എന്താ കാരണം? ഇന്നക ലാ തദ്രീ മാ ഹദസു ബഅദക, അങ്ങയുടെ കാലശേഷം മതത്തിൽ അവർ പുതിയതായി കൂട്ടിച്ചേർത്ത ബിദ്അത്തുകൾ നിങ്ങൾക്കറിയില്ല. അഹദഥ, കണ്ടോ?
ആ പദം പഠിച്ചു വെച്ചു. അഹദസ ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക. ആ അഹദസ യാ റസൂൽ പറഞ്ഞത് കുല്ലു മുഹദസത്തിൻ ബിദ്ആ വകുല്ലു ബിദ്അത്തിൻ ളലാല. അതുകൊണ്ട് ആ മൗലിദിനെ കുറിച്ച് ഹദീസ എന്ന് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി അസ്ഖലാനി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഞാനത് സൂചിപ്പിക്കാം. അപ്പൊ നല്ലതല്ലേ എന്ന് കരുതിക്കൊണ്ട് മതത്തിൽ പുതിയത് കൊണ്ടുവരാൻ അവകാശമില്ല. അത് എന്തെന്നെ ആയാലും ശരി. കേട്ടോളൂ നിങ്ങൾ, ഈ പുസ്തകത്തിൽ ഇർഷാദുൽ ഇബാദിൽ പറയാണ് നിരോധിക്കപ്പെടേണ്ട അന്ധവിശ്വാസങ്ങൾ. ഒന്ന്, റജബ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അന്ന് നമസ്കരിക്കുന്ന റഗായിബ് എന്ന പേരിൽ നിർവഹിക്കപ്പെടുന്ന 12 റക്അത്ത് നമസ്കാരം ബിദ്അത്താണ്. ബറാത്ത് രാവിൽ നമസ്കരിക്കുന്ന 100 റക്അത്ത് സംശയാടിസ്ഥാനത്തിൽ മുമ്പ് ഖളാ ആയിപ്പോയ 5 ഫർള് നമസ്കാരങ്ങൾക്ക് പരിഹാരമെന്നോണം റമളാൻ അവസാനത്തെ വെള്ളിയാഴ്ച 17 റക്അത്ത് നമസ്കരിക്കൽ, മുഹറം 10-ന് 4 അതിൽ കൂടുതലോ റക്അത്ത് നമസ്കരിക്കൽ. അത് ഈ വർഷം മൊബൈൽ ഫോണിൽ വാട്സപ്പായിട്ട് മെസ്സേജ് ആയിട്ട് വന്നിരുന്നു. മുഹറം ആയപ്പോ മൈഷാമാരിബിനിടയിൽ 4 റക്അത്ത് സുന്നത്ത്. ഇങ്ങനെ ഓരോന്നും പറയാണ്. ഇപ്പൊ ഏതൊക്കെയാണ്? റഗായിബ് നമസ്കാരം, പിന്നെ ശാബാൻ 15-ന് നമസ്കാരം, റജബിന് നമസ്കാരം, അതേപോലെ മുഹറം 10-ന് 4 റക്അത്ത്. ഇവയൊന്നും നമസ്കരിക്കൽ, ഇവയൊന്നും സുന്നത്തില്ല. ഒന്ന്, സുന്നത്തില്ല. പ്രത്യുത അവയെല്ലാം അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. ഇതെല്ലാം നിർവഹിക്കുന്നവൻ കുറ്റക്കാരനായി തീരുകയും ചെയ്യും. ആര് പറഞ്ഞു? സൈനുദ്ദീൻ മഖ്ദൂം. നമസ്കരിച്ചിട്ട് കുറ്റക്കാരനാകുക എങ്ങനെയാ? അതാ പ്രവാചകന്റെ മാതൃകയില്ലാത്ത നമസ്കാരം. അപ്പൊ പിന്നെ എങ്ങനെ മൗലൂദിന് കൂലിട്ടുക? അപ്പൊ പിന്നെ ഇങ്ങനെ റാത്തീബിന് കൂലി കിട്ടുക? അപ്പൊ പിന്നെ ഇങ്ങനെ ഹദ്ദാദിന് കൂലി കിട്ടുക? നമസ്കാരം പോലും പ്രവാചകന്റെ മാതൃകയില്ലാത്തത് പാടില്ല എന്ന് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എതിർക്കാൻ കഴിയില്ലല്ലോ. സൈനുദ്ദീൻ മഖ്ദൂമിനെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അവസാനിച്ചില്ല, ഒന്നുകൂടി കേട്ടോളൂ. മറ്റൊരു പുസ്തകമാണ് ബഷീർ ഫൈസി വണ്ണക്കോട് എഴുതിയിട്ടുള്ള സുന്നത്ത് ജമാഅത്ത് ഒരു ക്ലാസ് ഡയറി എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നു, തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലുന്നത് സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ തീർക്കാം. ഫതാവൽ കുബറയിൽ ഇബ്നു ഹജറിനോട് ഇത് സംബന്ധിയായി വന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, തറാവീഹിനിടയിൽ എന്ന സ്ഥലവിശേഷത്തോടെ ഒരു സ്വലാത്തുണ്ടെന്ന് കരുതി വല്ലവനും സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അവനെ തടയണം. കണ്ടോ, തറാവീഹ് നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് കഴിഞ്ഞ ഒരു സ്വലാത്ത് അടക്കി വെച്ചിട്ട് നമ്മൾ സ്വലാത്തിനെ എതിർക്കല്ല. സ്വലാത്ത് എപ്പോഴും ചൊല്ലിക്കോടും, നല്ലതാ. ഒരു സ്വലാത്തിന് 10 ഇരട്ടി കൂലിയുണ്ട്. പക്ഷെ തറാവീഹ് എന്ന നമസ്കാരം ഇസ്ലാം പഠിപ്പിച്ച ആ രൂപത്തിൽ ഇടയിൽ സ്വലാത്ത് പ്രത്യേകിച്ചിട്ടില്ല. അത് ചൊല്ലിയാൽ തടയണമെന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി എന്ന ശാഫിഈ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു എന്ന് ബഷീർ ഫൈസി വണ്ണക്കോട് ഇ കെ സമസ്തയുടെ പണ്ഡിതനാണ്. എന്നാൽ അത് ഇ കെക്കാർക്കുള്ള ഞങ്ങൾക്ക് ബാധകല്ല എന്ന് വിശ്വസിച്ച് തോന്നണ്ട. കാരണം എ പിക്കാരനായ പൊന്മള പറയാണ്. പൊന്മളയോടൊരു ചോദ്യം. എന്താ ചോദ്യം? ബാങ്കിന് മുമ്പ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലക്ഷ്യസഹിതം വിവരിക്കുക. ചില സ്ഥലത്ത് പോയാൽ കാണാം ബാങ്കിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് എன்ற ബാങ്ക് കൊടുക്കുക. ആളുകൾ എന്താ ചിന്തിക്കുക? നല്ല സ്വലാത്തല്ലേ എന്ന്. പക്ഷെ പ്രശ്നമാണ്. എന്താ പ്രശ്നം സുഹൃത്തുക്കളെ? അത് ആത്മാർത്ഥമായി മനസ്സിലാക്കി. റസൂല് പഠിപ്പിച്ച ബാങ്ക് തുടങ്ങേണ്ടത് അല്ലാഹു അക്ബർ കൊണ്ടാണ്. നമ്മളെ നിയമം മാറ്റിയാണ്, അള്ളാഹുവിന്റെ നിയമം മാറ്റുക. ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണം ഉണ്ട്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും അഫ്ദലായ ദിക്റാണ്. അഫ്ദലുൽ അഅമാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ദലു മാ ഖുൽതു അന വന്നബിയൂന അതും പറഞ്ഞിടത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നുണ്ട്. അക്സിറു ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് അതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരാൾ നിസ്കരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹത്വമൊക്കെ പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ നിസ്കാരത്തിന്റെ ഹുക്കം എന്താ? നല്ലതല്ലേ? നല്ലതല്ലേ? സ്വീകരിക്കുവോ? സ്വലാത്തിന് എത്ര മഹത്വമുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പറ്റുമോ? പറ്റുമെങ്കിൽ ചെയ്തോളൂ, നമുക്ക് വിരോധമൊന്നുമില്ല. ഇത് പറയേണ്ട ബാധ്യത നിർവഹിക്കുക. നല്ലതല്ലേ? ഇസ്ലാമിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ടാ മുസ്ലിം ഇവിടെ പറഞ്ഞത് തെളിവ് വേണ്ടാന്ന്. വേണം, തെളിവ് വേണം. തെളിവ് വേണങ്ങളും വരണം. ഇതൊന്നും അവസാനിപ്പിക്കരുത്. ഇത് തെളിവ് വേണ്ടാന്ന്. തെളിവ് വേണ്ടാണ്ടൊരു സംഗതി ഇസ്ലാമിലുണ്ടോ? പകൽ പോലെ വ്യക്തമായതിന് തെളിവ് വേണ്ട. പകൽ പോലെ വ്യക്തമായിട്ടില്ല. വ്യക്തമായിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത്? പ്രവാചകന്റെ ജന്മദിനാഘോഷം. അതിനാ പൂപ്പറാക്ക് കളിച്ചത്. പ്രവാചകൻ ജന്മദിനാഘോഷം സ്വഹാബികൾ ചെയ്തു, താബീങ്ങൾ ചെയ്തു. ഒന്നും വേണ്ട. അവർ ജാഥ നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ ഇന്നത്തെ പോലെ ഇന്നിപ്പോ ബാൻഡും സംഗതികളൊക്കെ ഉണ്ട്, ബാൻഡ് മുട്ടിയെന്നൊന്നും പറയണ്ട. ഒന്നും വേണ്ട. അന്ന് മദീനത്തെ പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഇന്ന് റസൂലിന്റെ ജന്മദിനല്ലേ, ഒരു 10 സ്വലാത്ത് സ്പെഷ്യൽ അധികം ചൊല്ലിയിട്ടുണ്ടോ? അത് മതി, അത് മതി. 10 വേണ്ട, ഒരു സ്വലാത്ത് ഇന്ന് റസൂലിന്റെ ജന്മദിനമാകുന്നു, അത് കിട്ടിയാൽ മതി.
അല്ലെങ്കിൽ സ്വഹാബികൾ എന്ത് ചെയ്യാണ് 10 കാരക്ക എടുത്തിട്ട് ഇങ്ങനെ ഓരച്ചു കൊടുക്കുക. എന്താ ഇന്ന് അബൂ ഹുറൈറ അന്ന് സ്പെഷ്യൽ കാരക്ക, നിനക്കറിയില്ല ഇന്ന് മീലാദല്ലേ, മീലാദുൻ നബി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാണ് എന്ത് പറഞ്ഞത്? അത് മുഹദ്ദസുൻ, പുതിയതാണ്, അതിന് അസുലില്ലാത്തതാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം. അപ്പൊ ബാങ്ക് വിളി കേട്ടോ, ഈ സ്വലാത്ത്, ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത്. എന്താ പൊന്മളയുടെ മറുപടി? ഇതേ ചോദ്യം ഇബ്നു ഹജറുൽ ഹൈതമിയോട് ചോദിച്ചപ്പോൾ ഈ ബഷീർ ഫൈസി വണ്ണക്കോടും ഇബ്നു ഹജറിന്റെ മറുപടിയാണ് കൊടുത്തത്, പൊന്മളയും ഇബ്നു ഹജറിന്റെ മറുപടിയാണ് കൊടുത്തത്. കാരണം എന്താണ്? 2 സമസ്തക്കാരും അംഗീകരിക്കുന്നതാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി. അതുകൊണ്ടാണ് ഈ ഫത്വ കൊടുക്കുന്നത്. എന്താ ഇതേ ചോദ്യം ഇബ്നു ഹജറുൽ ഹൈതമിയോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്താ മറുപടി? ഹദീസുകളിലൊന്നും ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇമാമുകളുടെ വാക്കുകളിലും അങ്ങനെ തന്നെ. അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ്. കാരണം രേഖയില്ലാതെ ശറഇൽ ഒരു കാര്യം ഉണ്ടാക്കപ്പെടാവുന്നതല്ല. എത്ര വ്യക്തമാണ്. ഇതാണ് സുന്നത്തി ജമാഅത്ത്. ഈ സുന്നത്തി ജമാഅത്തിൽ നിന്ന് ഇന്നത്തെ സമസ്ത തെറ്റിപ്പോയിട്ടുണ്ട്. ആ തെറ്റിപ്പിക്കുന്നത് ആരാണ്? ഇവിടെ വരുന്ന ഫാറൂഖ് നഈമിയെ പോലെയുള്ള ആളുകളാണ്. ശരി, ഇനിയോ ഞാൻ വേഗം അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ രേഖയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് പറ്റൂല സുഹൃത്തെ. കാരണം മൂപ്പര് അസ്ലി പറഞ്ഞ എന്താ? മദ്ഹല്ലേന്ന. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തെ കുറിച്ച് ഇവർ തന്നെ എഴുതി വെച്ചത് എന്താണ്? അത് റസൂലിന്റെ കാലത്തില്ല. ഞാൻ കൂടുതലൊന്നും വായിക്കുന്നില്ല. ഒന്ന് കേട്ടോളൂ. മൗലിദ് കഴിക്കലും അതിനു വേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കലും പിൽക്കാലത്ത് വന്ന നല്ല ആചാരവും സുന്നത്തുമാണ്. ഈ പിൽക്കാലത്ത് വന്ന എങ്ങനെ സുന്നത്താകുക? ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ എന്താ? അത് ബിദ്അത്താണ്, തടയപ്പെടേണ്ടതാണ്. പിന്നെയോ വേറെ ആള് പറയാം, നബി തങ്ങൾ ചെയ്തുവോ, ഖലീഫമാർ ചെയ്തോ, ഉത്തമ നൂറ്റാണ്ടുകാർ ചെയ്തുവോ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്തുവോ, ഹിജ്റ 300-ന് മുമ്പുള്ളവർ ചെയ്തോ എന്ന് ചോദിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഒരു മൗലിയര്. പിന്നെ അതിനല്ലേ അർത്ഥമുള്ളൂ. പിന്നെ എന്താ ചോദിക്കേണ്ടത്? ഫാറൂഖ് നഈമി ചെയ്തോ, ഖുതുബി ചെയ്തോ, ഖാഹിരി ചെയ്തോ, അതാ ചോദിക്കേണ്ടത്. ഖൈറുൻ നാസി ഖർനി എന്ന് റസൂൽ പരിചയപ്പെടുത്തിയൊന്നുമില്ല. ഇതിലല്ലേ സ്വഹാബികൾ, അതിലല്ലേ താബിഊകൾ, അതിലല്ലേ പ്രവാചകന്റെ ഭാര്യമാര്. അവർ മുസ്ലിം ഏതാണ്? റസൂൽ ചെയ്തോ, സ്വഹാബിമാർ ചെയ്തോ, ഖലീഫമാർ ചെയ്തോ, ഉത്തമ നൂറ്റാണ്ടുകാർ ചെയ്തോ? ഈ ചോദ്യത്തിന് എന്താണ് അർത്ഥമുള്ളത്? ഇതിനല്ലേ അർത്ഥമുള്ളൂ. ഇതിനെ അർത്ഥമുള്ളൂ. ഈ ചോദ്യത്തിന് അർത്ഥം എന്താണെന്നറിയോ? ഈ ചോദ്യത്തിന് എന്താണ് അർത്ഥമുള്ളതെന്ന് ചോദിച്ചില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ചോദ്യത്തിന് ഉത്തരല്ല. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരല്ല. കാരണം എന്താ? ഇത് ബിദ്അത്താണ് എന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചു. കേട്ടോളൂ. ഒരാൾ മൗലിദ് ആഘോഷത്തെപ്പറ്റി ഇബ്നു ഹജർ എന്നവരോട് ചോദിക്കുകയുണ്ടായി. ഇബ്നു ഹജർ മറുപടി പറഞ്ഞു, അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി വന്ന മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരം അല്ല ഇത്. പിന്നെ എങ്ങനെ പാരമ്പര്യം പറയും നിങ്ങൾ? മഹത്തുക്കളായ ആദ്യകാല മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരം അല്ല ഇത്. അതിന്റെ പേരാ ബിദ്അത്ത്. നിങ്ങളെന്താ പറഞ്ഞ്? ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. ഇനി ഒന്നുകൂടി കേട്ടോളൂ. സത്യവിശ്വാസികൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ചുകൂടുക, എന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളും മറ്റും ഓതി പറയുക. ആ ഓതി പറഞ്ഞപ്പോ നേരത്തെ കേട്ടത് കുറെ കഥകള്. എന്നിട്ടോ അനന്തരം എല്ലാവരും കൂടി തയ്യാറാക്കിയ മധുര പലഹാരങ്ങളോ മറ്റു വിഭവങ്ങളോ കഴിച്ച് സന്തോഷം പിരിഞ്ഞു പോവുക. ഇതൊക്കെയാണ് മൗലിദ്. ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ നിലവിലില്ലായിരുന്നുവെങ്കിലും അനന്തരം നടപ്പിലായി തീർന്ന നല്ലൊരു ബിദ്അത്താണ്. ഇല്ലാന്ന് മനസ്സിലായില്ലേ? എന്തിനാ അത്ര അടങ്ങറാണതുള്ളത്? നിന്നാ പോരെ. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ സുന്നി എന്ന് പറയണത്? നല്ല ബിദ്അത്ത, നല്ല ബിദ്അഈ പേരാണ് മാറ്റിക്കളി. സുന്നത്തായിട്ടൊന്നുമില്ല, ഒക്കെ നല്ലതല്ലേ. ഇപ്പൊ എന്താ കുഴപ്പം? പുതിയതാണെങ്കിലും ഇത് നല്ലതാണ്. എന്നാ പേര് നമുക്ക് എന്താക്കുക? നല്ല ബിദ്അഈ എന്നാക്കുക. സുന്നി എന്ന് പറയണ്ട, ഇനി മുതൽ പേര് നല്ല ബിദ്അഈ. സുഹൃത്തുക്കളെ, ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്ത അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ബിദ്അത്താണ്. ചില ആളുകൾ അതിനെക്കുറിച്ച് നല്ല ബിദ്അത്താന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഇസ്ലാമിലേക്ക് ഒരു മാർഗം അങ്ങനെ കടന്നു വരില്ല. ഇപ്പൊ മാലിക്കി പണ്ഡിതനായ ഇമാം ഇബ്നുൽ ഹാജിം അദ്ദേഹം പറയാണ്, ومن جملة ما حدثوه من البدع مع اعتقادهم أن ذلك من أكبر العبادات
وإظهار شعائر ما يفعلونه في شهر ربيع الأول من المولد وقد احتوى على بدع ومحرمات جملة. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇന്ന് ചില ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ചില ആരാധനകളിൽ പെട്ടതാണ് പ്രവാചകനോടുള്ള ബഹുമാനത്തിന് പേര് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് ഇഹ്തവ അലാ ബിദ്അൻ, ഒരുപാട് ബിദ്അത്തുകൾ അതിലുണ്ട്. പിന്നെയോ മുഹറമാത്ത്, ഹറാമുകൾ വേറെയുണ്ട്. അതൊക്കെ വായിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് വായിക്കാണ്ട് നബിദിന ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ച പല ഹറാമുകളും. ശരി, അപ്പൊ അത് ബിദ്അത്താണ് എന്നാണ് പറഞ്ഞ ഇമാം മാലിക് ഇബ്നു ഹാജ്, മാലിക് പണ്ഡിതന. മാത്രമല്ല അദ്ദേഹം പിന്നെ ഇത് വിഷയം വിശദീകരിച്ചുകൊണ്ട് ഒന്നുകൂടി പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഫൈൻ ഖലാ മിൻഹു, അതായത് ഈ ഹറാമുകളൊക്കെ ഇതൊന്നും ഒഴിവാക്കാതെ വിചാരിക്കാം. നബിദിന ഘോഷയാത്ര, നബിദിനാഘോഷവും ഒക്കെ ഹറാമിൽ നിന്ന് മുക്തമായാൽ തന്നെ ആളുകൾ വെറുതെ ഒരുമിച്ച് കൂടി എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി നവാബിഹിൽ മൗലിദ, മൗലിദ് നിയ്യത്താക്കുകയും ചെയ്താൽ ഇഖ്വാന, സഹോദരങ്ങളായ ആളുകളെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വസലിമ മിൻ കുല്ലി മാ തഖദ്ദമ ദിക്റുഹു, മേൽപ്പറഞ്ഞ ഹറാമുകളൊക്കെ മാറ്റിവെച്ചാലും ഫഹുവ ബിദ്അത്തുൻ ബിനഫ്സി നിയ്യതിഹി ഫഖത്ത്, പ്രവാചക ജന്മദിനാഘോഷം, പ്രവാചക സ്നേഹം എന്ന നിയ്യത്ത് വന്നത് കൊണ്ട് തന്നെ എന്തായി? ബിദ്അത്തായി. കാരണം ലിഅന്ന ദാലിക സിയാദത്തുൻ ഫിദ്ദീൻ, അത് ദീനിൽ സിയാദത്താണ്, അധികം കൊണ്ടുവരലാണ്. ഇതുപോലെ തറാവീഹിനടക്ക സ്വലാത്ത് പറഞ്ഞ പോലെ, ബാങ്കിന് മുമ്പത്തെ സ്വലാത്ത് പറഞ്ഞ പോലെ, റഗായിബ് നമസ്കാരം പറഞ്ഞ പോലെ, ബറാത്ത് നമസ്കാരം പറഞ്ഞ പോലെ സിയാദത്തുൻ ഫിദ്ദീൻ, ദീനിലെ സിയാദത്താണ്. പിന്നെയോ വലൈസ മിൻ അമലി സലഫിൽ മാളീൻ, മുൻകഴിഞ്ഞ സലഫുകളുടെ പ്രവർത്തനം ഇല്ലാത്തതാണ്. വത്തിബാഉ സലഫി ഔലാ, സലഫുകളുടെ മാർഗത്തെ പിൻപറ്റലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ബൽ ഔജബു മിൻ അൻ യസീദ നിയത്തൻ മുഖാലഫതൻ ലിമാ കാനൂ അലൈഹി ലിഅന്നഹും അശദ്ദുൻ നാസ് ഇത്തിബാഅൻ ലിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅളീമൻ ലഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്നവരും റസൂലിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവരും സ്വഹാബത്തായിരുന്നു. അവർ ചെയ്യാത്തൊരു പണിയും നമ്മൾ ഇനി എന്തെന്നെ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആ സ്വഹാബികളുടെ മാർഗത്തിൽ നിൽക്കണമെന്ന് മാലിക്കി പണ്ഡിതനായ ഇമാം ഇബ്നുൽ ഹാജ് പറയുന്നു. പക്ഷെ ഇവിടെ മുസ്ലിയാർ പറഞ്ഞു എന്താണെന്നറിയോ? ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ മൗലിദിനെ കുറിച്ച് അത് പിന്നെ 2 അസ്ലുകൾ അതിലുണ്ട് എന്ന് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്കത് ചെയ്തുകൂടേന്നാ. എന്താ സഹോദരങ്ങളെ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത്? കാരണം ആളുകൾ തെറ്റിദ്ധരിക്കും, ഇബ്നു ഹജർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫത്ഹുൽ ബാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനല്ലേ. ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇബ്നു ഹജർ അത് പറയുന്നതിന് മുമ്പൊരു വരിയുണ്ട്. ആ വരി മുസ്ലിയാർ വായിച്ചിട്ടില്ല. ആ വരി എന്താ? അത് കേട്ടോളൂ, ഞാനത് മുഴുവൻ വായിച്ചു തരാം. എന്താണ് ഇബ്നു ഹജർ പറഞ്ഞത് എന്ന് പൂർണ്ണമായും കേൾക്കുക. ഇവിടെ വന്ന ഫാറൂഖ് നഈമി ഇബ്നു ഹജർ പറഞ്ഞ പകുതിയാ വായിച്ചത്. എന്താ ഇബ്നു ഹജർ പറയുന്നത് കേട്ടോളൂ. അത് ഇബ്നു ഹജർ പറഞ്ഞു എന്ന് ഇമാം സുയൂത്തി പറയണതാണ്. അദ്ദേഹത്തിന്റെ അൽ അമലു എന്താ പറയാ അൽ ഹാവിൽ ഫതാവയിൽ മൗലിദിന്റെ കാര്യം വിശദീകരിക്കുന്നിടത്ത് പറയണം. എന്താണ്? വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസ്ർ അബുൽ ഫദ്ൽ ഇബ്നു ഹജർ അൻ അമലിൽ മൗലിദി, മൗലിദിനെ കുറിച്ച് ഇബ്നു ഹജറിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഅജാബ, അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താണ്? ബിമാനസുഹു, അതിന് നസീ പ്രകാരമാണ്. കേട്ടോളി. അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. ഉണ്ടോ? ഇതെന്തേ ഫാറൂഖ് നബി വായിക്കാഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ വരണമെന്ന് പറഞ്ഞത്. അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദിന്റെ അസ്ലു തന്നെ ബിദ്അത്താണ്. നിങ്ങൾ എന്താ പറഞ്ഞത്? അസ്ലു മദ്ഹാണ്, കിതാബ് പിന്നുണ്ടായതാന്നല്ലേ. അസ്ലു തന്നെ പോക്കാണ്, അടിവേരില്ല. അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. പിന്നെയോ ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി, മുൻഗാമികളായ സലഫു സ്വാലിഹുകളിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മിനൽ ഖുറൂനി സലാസ, ഉത്തമ നൂറ്റാണ്ടെന്ന് പരിചയപ്പെടുത്തപ്പെട്ട മുൻ സമുദായം, അവരിൽ നിന്ന് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വലാകിന്നഹാ മഅ ദാലിക, പക്ഷേ അതെങ്ങനെയാണെങ്കിലും ഖദിഷ്തമലത്ത് അലാ മഹാസിന വദിദ്ദിഹാ, അതിൽ കുറെ ഖൈർ നന്മകളുണ്ട്, അതിനെതിരായതുമുണ്ട്. ഫമൻ തഹറാ ഫീ അമലിഹൽ മഹാസിന, അതിന് നന്മകൾ മാത്രം ഒരാൾ എടുത്ത് വതജന്നബ ലിബ്ദഹാ, അതിന്റെ ഓപ്പോസിറ്റായ തിന്മകൾ ഒഴിവാക്കിയാൽ നല്ലത് മാത്രം എടുത്താൽ തന്നെ കാന ബിദ്അത്തൻ ഹസന. അപ്പൊ എന്താകും? അത് ബിദ്അത്തുൻ ഹസനത്താകും. വഇല്ലാ ഫലാ, അല്ലെങ്കിൽ അതുമില്ല. ഇതാണ് ഇബ്നു ഹജർ പറഞ്ഞത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇബ്നു ഹജറിന്റെ വാക്ക്. അതാണ് ഇവിടെ ഫാറൂഖ് നബി വായിച്ചത്. അതെന്താണ്? വഖദ് ലഹറ ലീ തഖ്രീജുഹാ,
അലാ അസുലിൻ സാബിത്തിൻ വഹുവ മാ സബത ഫി സ്വഹീഹൈനി. എന്നാൽ 2 അസുലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു അസുലും ഇല്ല എന്ന് പറഞ്ഞ വരിക്ക് താഴെയാണ് ഇബ്നു ഹജർ എന്ന് പറയുന്നത് 2 അസുൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ 2 അസുൽ? ഒരു അസുൽ എന്താ? ഒരു അസുല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോ ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആശൂറ ഫസഅലഹും ഫഖാലു ഹുവ യൗമുൻ അഗ്റഖല്ലാഹു ഫീഹി ഫിർഔൻ. ഫിർഔനെ മുക്കിക്കൊന്ന ദിവസമാണ്, അപ്പൊ സന്തോഷമുള്ള ദിവസമാണ്, അതുകൊണ്ട് നോമ്പെടുക്കുന്നു. അപ്പൊ അതാണ് ഇമാം ഇബ്നു ഹജർ ഒരു അസുലായിട്ട് പറഞ്ഞത്. അതാണ് അസുല് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോമ്പെടുക്കുകയല്ലേ. ആ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് ഇവിടെ ഫാറൂഖ് നബി പറഞ്ഞു. എന്താ പറഞ്ഞത്? അന്നല്ലേ പ്രവാചകൻ ജനിച്ചത്, ആ ദിവസത്തിന് പ്രത്യേകതയുണ്ടല്ലോ, അതുകൊണ്ടല്ലേ നോമ്പെടുക്കാൻ പറഞ്ഞത്. എന്നാ മുസ്ലിയാരെ അത് പഠിപ്പിക്കും, നോമ്പെടുക്കാൻ പറയാൻ എന്താ ചെയ്യാത്തത്? കഴിഞ്ഞ കൊല്ലം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു, ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇക്കൊല്ലല്ല, കഴിഞ്ഞ കൊല്ലം ഒരൊറ്റ മൂലം നോമ്പെടുത്തിട്ടില്ല സുന്നത്ത് നോമ്പ്. ഇത് മഹത്വം പറയാൻ കാരണം എന്താ? അന്ന് റസൂൽ ജനിച്ചു എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തോടൊന്ന് തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന പറഞ്ഞില്ല? അന്ന് റോട്ടിക്കൂടെ ജാദ്യം വിളിച്ചിട്ട് തിന്നി ബിസ്ക്കറ്റും വെള്ളം കുടിച്ച് നടക്കല്ലേ ചെയ്തത്? അപ്പൊ നിങ്ങൾ വാദത്തിനു വേണ്ടി പലതും പറയുന്നു, പക്ഷെ ചെയ്യുന്നില്ല. ഈ വർഷം പിന്നെ ചൊവ്വാഴ്ചയായിരുന്നു റബീഉൽ അവ്വൽ 12 വരുന്നത്. പക്ഷെ വേറെ വിഷയമുണ്ട്. എന്താ? അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം 13, 14, 15 അയ്യാമുൽ ബീള. എത്ര പേരെ പഠിപ്പിച്ചു സുന്നത്ത് നോമ്പ് എടുക്കാൻ? ഇല്ലല്ലോ. അത് നിങ്ങൾ ചെയ്യൂല. ബിദ്അത്തിന് എല്ലാ സീസണും വരുമ്പോ അതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള, ഇബ്നു മസ്ഊദിനെ പോലെയുള്ള സ്വഹാബത്ത് പറഞ്ഞത്. എന്താ? ഓരോ കൊല്ലവും മുന്നോട്ട് പോകും തോറും ഓരോ ബിദ്അത്തുകൾ ഇങ്ങനെ കടന്ന് പുതിയതായി വന്നുകൊണ്ടിരിക്കും. ഓരോ ബിദ്അത്തുകൾ കടന്നു വരുമ്പോ സുന്നത്തുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹത്താ തഹിയൽ ബിദ്ഉ വതമൂതസ് സുന്നത്തു. അവസാനം ബിദ്അത്തുകൾക്ക് ജീവൻ വെക്കും, സുന്നത്തുകൾ ഇങ്ങനെ മരിക്കും. എത്ര സത്യമാണാ പറഞ്ഞത്? എത്ര സത്യമാണാ പറഞ്ഞത്? ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ബിദ്അത്താണ് അല്ലെങ്കിൽ ബിദ്അത്തുൽ ഹസനത്താന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇന്ന അസുലുണ്ട്, എന്താ അസുല്? നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അത് വെച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ പറയുമ്പോ വിശദീകരണവും വ്യാഖ്യാനവും ഒന്നുമില്ലാണ്ട് നമ്മളിപ്പോ നമസ്കരിക്കാൻ പറഞ്ഞു. ഇതിന്റെ കാരണം അഖീമു സ്വലാത്തിൽ ദിക്റിന്ന് ഖുർആനിലുണ്ട്, അഖീമു സ്വലാത്തിന് ഖുർആനിലുണ്ട്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് എന്ന് ഖുർആനിൽ ഹദീസിലുണ്ട്. അപ്പൊ നമസ്കാരമുണ്ട്. ഏത് കാര്യം അങ്ങനെ തന്നെയല്ലേ? ഇബാദത്തും അങ്ങനെ തന്നെ. ഇബാദത്തിന്റെ വിഷയം തൗഖീഫിയാണല്ലോ. ആ ഇബാദത്തിൽ തെളിവില്ലാതെ പുതിയത് കൊണ്ടുവരാൻ പാടില്ല എങ്കിൽ പ്രിയപ്പെട്ട ഫാറൂഖ് നഈമി, നമ്മളൊക്കെ ഇൽമുള്ള ആളുകൾ സമൂഹത്തോട് സുന്നത്താ പറയേണ്ടത്, സമൂഹത്തിനെ സുന്നത്തിന്റെ വിഷയത്തിലാ പ്രേരിപ്പിക്കേണ്ടത്, സമൂഹത്തിന് സുന്നത്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പിന്നെ മൂപ്പര് പറയാ, അങ്ങനെയൊക്കെ ആയാലും നല്ല ബിദ്അത്ത് എന്ന ഒന്നുണ്ട്, അതുകൊണ്ട് ഇത് പറ്റും. എന്നാ പിന്നെ നേരത്തെ ഹസ്സാൻ ഇബ്നു സാബിത്ത് മൗലൂദ് ഓതി എന്ന് പറഞ്ഞാൽ എന്തിനാ? ഇവരുടെ വൈരുദ്ധ്യങ്ങൾക്കറിയോ? കുറെ പറയും സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്, കുറെ പറയും സ്വഹാബികൾ ചെയ്തിട്ടില്ല, കുറെ പറയും റസൂല് മൗലൂദ് ഓതാൻ കൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ പറയും റസൂൽ തന്നെ മൗലൂദ് ഓതിയിട്ടുണ്ട്, പിന്നെ കുറെ കേട്ട് പറയും ഖുർആനിൽ തെളിവുണ്ട്, പിന്നെ പറയുന്നത് സുന്നത്തുൻ ബിദ്അത്തുൻ ഹസനത്താണെന്ന്. ഖുർആനിലും ഹദീസിലൊക്കെ ഉണ്ട്, പിന്നെ എങ്ങനെ ബിദ്അത്തുൻ ഹസനത്താകുക? ഏതെങ്കിലും ഒന്നിൽ നിൽക്കണ്ട. അതാണ് അസുലില്ലാത്തത്. ബിൽക്കാണ് തീരെ അസുലില്ലാത്ത വർത്താനം. ഖുർആനിലുണ്ട് എന്ന് പറയാം, സുന്നത്തിന് ബിദ്അത്തുൻ ഹസനത്തെന്നും പറയാം. ഖുർആനിലുള്ള ഒരു കാര്യം എങ്ങനെയാ സഹോദര ബിദ്അത്തുൻ ഹസനത്താകുക? രണ്ടുപേരും തന്നെ പറഞ്ഞില്ലേ? അപ്പോ ആ ഖുർആനെ കുറിച്ച് പറഞ്ഞത് ദുർവ്യാഖ്യാനം മനസ്സിലായില്ലേ? ഇനി ഞാനിവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയൊരു വിഷയമാണ്, അത് സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താം. എന്താണെന്നറിയോ? ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞിട്ടില്ലേ? മാത്രമല്ല ഇമാം പിന്നെ എന്താ പറയാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടുമില്ല, ഒരു ബിദ്അത്തിന് നേതൃത്വം കൊടുത്തിട്ടുമില്ല. അത് ബിദ്അത്താന്ന് പറഞ്ഞതുമല്ല. ഉമർ എന്ത് കണ്ടപ്പോഴാണ് നിഅമത്തുൽ ബിദ്അത്ത് എന്ന് പറഞ്ഞത്? ആളുകൾ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോ. തറാവി നമസ്കാരം, രാത്രി നമസ്കാരം, അത് പണ്ട് ആ ജമാഅത്ത് ഉണ്ടായിട്ടുണ്ട്. ആ രൂപം അന്നുണ്ട്, ആ എണ്ണവും അന്നുണ്ട്. പിന്നെ എന്തിനാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞത്? അത് അദ്ദേഹം ആ രൂപം കണ്ടപ്പോൾ ഇടക്കാലത്ത് വെച്ച് നിന്നുപോയിരുന്നു. പിന്നെ അദ്ദേഹം രൂപം ഒന്ന് തട്ടിക്കൂട്ടി ആളുകൾ പഠിപ്പിച്ചു കൊടുത്തു, അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. എന്നിട്ട് ഉബയ്യ് ഇബ്നു കഅബിനോടും തമീമുദ്ദാരിയോടും ഇമാമ് നിൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അമറ ഉമർ ഉബയ്യ് ഇബ്നു കഅബിൻ വ തമീമുദ്ദാരി അൻ യകൂമ ബിന്നാസി 11 റകഅത്ത് 11 റകഅത്ത് നിസ്കരിക്കാനും കൽപ്പിച്ചു.
പിന്നെ ചില റിവായത്തുകൾ ഉമറിന്റെ കാലത്ത് 20 ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ലഈഫാണോ സ്വഹീഹാണോ ആളുകൾക്കിടയിൽ തർക്കങ്ങൾ ചർച്ചകളുണ്ട്. പിൽക്കാലത്ത് 36 വന്നിട്ട് അതുകൂടെ ഉസ്താദ് സൂചിപ്പിച്ചു. എന്തിനാ ഉമറിനെ കൊണ്ട് 20 നമസ്കരിപ്പിച്ചത്? നമുക്ക് മാതൃകയാക്കാൻ. എന്തിനാ അബൂബക്കറിനെ കൊണ്ട് റസൂലിനെ വിളിപ്പിച്ചത്? നമുക്ക് റസൂലിനെ വിളിക്കാൻ. എന്തുകൊണ്ടാ ഉസ്മാനെ കൊണ്ട് 2 ബാങ്ക് ഓടിപ്പിച്ചത്? നമുക്ക് 2 ബാങ്ക് കൊടുക്കാൻ. ഇവർക്കുള്ള എല്ലാറ്റും സ്വഹാബികൾ വെച്ച് പറഞ്ഞ് ന്യായീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്ത നമസ്കാരത്തെക്കുറിച്ച് സ്വഹീഹിൽ വന്നിട്ടുള്ള എന്താണ്? ഉമർ ഉബയ്യ ഇബ്നു കഅബ് തമീം അദ്ദാരി യഖുമ ബിൻ നാസി 11 റകഅത്ത് 11 റകഅത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 നമസ്കരിച്ചു എന്നുള്ള ഒരൊറ്റ ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. പിൽക്കാലത്ത് ഓരോ മദ്ഹബിലും വ്യത്യസ്ത എണ്ണങ്ങൾ വന്നിട്ടുണ്ട്. 36 ഉണ്ട് മാലിക്കി മദ്ഹബില്. അതിനു മുകളിൽ പോയ മദ്ഹബുകളുണ്ട്. അപ്പൊ ചില ആളുകൾ അതിനെ മുത്ലഖൻ സുന്നത്തായി കണ്ടതുകൊണ്ട് സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ എന്ന ഹദീസ് 2 ഉള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു, എത്രയും ആകാം എന്ന് പറഞ്ഞു. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ഖൈറ് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലും ആ എണ്ണത്തിലും ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റസൂലിന്റെ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ ഹുസ്നും ഭംഗിയും ദൈർഘ്യതൊന്നും ചോദിക്കരുത്, അത്രത്തോളം ദൈർഘ്യമായി അങ്ങനെ നമസ്കരിക്കലാണ് ഏറ്റവും അഫ്ളല് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്, റസൂൽ നമസ്കരിച്ചത് ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മളത് കൂടുതൽ ആ നമസ്കാരത്തിന്റെ ദൈർഘ്യത ഖുർആൻ പാരായണം ചെയ്തും സുജൂദിലുമൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുവാൻ പിന്നെ ശ്രമിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഇത് വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ച വിഷയം അതല്ല. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ ഈ പറഞ്ഞു പോയ എന്താ പറയുക, അദ്ദേഹം ബിദ്അത്താന്ന് പറഞ്ഞു, നിയമത്തിൽ ബിദ്അത്ത്, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഉണ്ടാക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ഉമറിന്റെ വാക്ക് വെച്ച് തെളിവുണ്ടാക്കുക. ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് സ്വന്തമായിട്ടൊന്നും പറയാനല്ല. ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞൊരു കാര്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയാണ്, ഇപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാല് മതത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെ വലാലെ തന്നെ. അതിൽ 2 തരമില്ല, അതിൽ 2 തരം ഇല്ല. അൽ ബിദ്അത്തു ഫീ ഉർഫി ശർഇ മദ്മൂമത്തുൻ. ശർഇന്റെ മതത്തിന്റെ ഭാഷയിൽ നിന്നാൽ എന്താണ്? ബിദ്അത്ത് എല്ലാം ആക്ഷേപാർഹമായ മോശമായത് തന്നെയാണ്. ബിഖിലാഫിൽ ലുഗ, ഭാഷാപരമായിട്ട് അങ്ങനെയല്ല. കാരണം ഫഇന്ന കുല്ല ശൈഇൻ ഉഹദിസ ബിഗൈരി മിസാലിൻ യുസമ്മാ ബിദ്അതൻ. മുൻ മാതൃകയില്ലാത്ത പുതിയതായി ഉണ്ടാക്കപ്പെടുന്നവർക്ക് ബിദ്അത്ത് എന്ന് പറയാം. സവാഅൻ കാന മഹ്മൂദ ഔ മദ്മൂമ, നല്ലതാണെങ്കിലും ശരി ചീത്താണെങ്കിലും ശരി ഭാഷാപരമായിട്ട്. എന്നാൽ മതത്തിൽ ഒരു വിഷയം ബിദ്അത്ത് എന്ന് പറഞ്ഞാലോ അതിന് പിന്നെ നല്ലതില്ല, എല്ലാം ചീത്ത തന്നെയാ. ഇബ്നു ഹജറാണ് പറയുന്നത്. ഇനി ഇതേ ഇബ്നു ഹജർ പറയാണ്, വഅമ്മൽ ബിദ്അഉ, ബിദ്അത്തുകള് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തിന്റെ ബഹുവചനമാണ്. വഹുവ കുല്ലു ശൈഇൻ ലൈസ ലഹു മിസാലുൻ തഖദ്ദം, മുൻ മാതൃകയില്ലാത്ത കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. ഫയശ്മലു ലുഗതൻ, ഭാഷാപരമായി ബിദ്അത്തിൽ എന്തുണ്ട്? മാ യുഹമദു വയുദമ്മു, മോശമായതുണ്ട് നല്ലതുണ്ട്, ആക്ഷേപാർഹമായതുമുണ്ട്, പിന്നെ നല്ല കാര്യങ്ങളുണ്ട്. എന്നാൽ ശറഇന്റെ മതത്തിന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാലോ ബിമാ യുദമ്മു, അത് ദമ്മായത് മാത്രമേ ഉള്ളൂ. പിന്നെ മതത്തിന് നല്ല ബിദ്അത്ത് എന്ന ഒന്ന് ഇല്ല. വൈൻ വറദത്ത് ഫിൽ മഹമൂദി, ഇനി എവിടെയെങ്കിലും ഒരു ബിദ്അത്തിനെ കുറിച്ച് മഹമൂദ് നല്ലതാണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഫഅലാ മഅനാഹൽ ലുഗവി, അത് അതിന്റെ ഭാഷാപരമായ ആശയത്തിലാണ് എന്ന് ഇബ്നു ഹജർ പറയുന്നുണ്ട്. ഇത് ഇബ്നു ഹജർ ഫതുൽ ബാറിയിൽ പല സ്ഥലങ്ങളിൽ ഈ ഭാഗം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒന്നുകൂടി കേട്ടോളൂ, വൽ പിന്നെ കുല്ലു മുഹദസത്തിൻ ബിദ്അ, അതേപോലെ വശറുൽ ഉമൂരി മുഹദസാതുഹ, മുഹദസത്തുകളാണ് മോശമായത്. അത് വിശദീകരിക്കുന്നതാണ് ഇബ്നു ഹജർ പറയാണ്, വൽ മുഹദസാതു, മുഹദസാത്ത് എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിഹാ മാ ഉഹദിസ, പിൽക്കാലത്ത് പുതിയത് ഉണ്ടാക്കപ്പെട്ടതാണ്. വലൈസ ലഹു അസ്ലുൻ ഫി ശർഇ, ശർഇൽ അസ്ലില്ലാത്തതാണ്. വയുസമ്മാ ഫി ഉർഫി ശർഇ ബിദ്അ, അതിന് ശർഇന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയും. വമാ കാന ലഹു അസ്ലുൻ യദുല്ലു അലൈഹി ശർഉ ഫലൈസ ബിബിദ്അ, എന്നാൽ അസ്ൽ ഉള്ളതാണോ അപ്പൊ അത് ചെയ്ത എന്തല്ല? ബിദ്അത്തല്ല. അപ്പൊ പള്ളി ഉണ്ടാക്കണം, അത് അസ്ലുള്ളതാണ്. ഇന്ന് പള്ളി ചിലവർ വാർപ്പാക്കി, ചിലവർ ഓടാക്കി, ചിലവർ വേറെ എന്തെങ്കിലും കൊടുത്തു, ഏത് രൂപമാക്കാം. കാരണം പള്ളി ഉണ്ടാക്കുക എന്നുള്ള അസ്ലുണ്ട്. എന്നാൽ പ്രവാചക സ്നേഹത്തിന് അതിന്റെ രീതി പ്രവാചകന് പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ്? ഞാൻ പ്രവാചകന്റെ ആളാന്ന് പറയുമ്പോൾ അതിന്റെ അസ്ൽ എന്താ വരേണ്ടത്? ഇപ്പൊ മുനാഫിക് ജൂതന്മാര് പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളാണ്, നസ്വാറാക്കൾ പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളാണ്, മുശ്രിക്കീങ്ങളും പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളാണ്. എല്ലാവരും സ്നേഹം വാദിച്ചു. വാദം കൊണ്ട് കാര്യമില്ലല്ലോ. അല്ലാഹ് ആയത്തിറക്കി, എന്താ?
മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി യഹൂദിയല്ല, നസ്റാനിയല്ല, മുശ്രിക്കുമല്ല, നല്ല മുസ്ലിമായിരുന്നു. അപ്പൊ നിങ്ങളുടെ വാദത്തിന് സ്ഥാനമല്ല. ഇനി നിങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളാണെന്ന് പറയണമെങ്കിൽ ആർക്കാ വകുപ്പുള്ളത്? ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു. ഇബ്രാഹിമിന്റെ ആളെന്ന് പറയണമെങ്കിലും ലല്ലദീന തബഊഹു, ഇബ്രാഹിം നബിയെ പിൻപറ്റിയവർക്കാണ്. അപ്പൊ പിൻപറ്റലാണ് മഹബത്തിന്റെ അസല്. സ്നേഹം അത് അനുസരണമാണ്. ഒരാൾ പറഞ്ഞത് അനുസരിക്കുക, അള്ളാഹ് പറഞ്ഞത് അനുസരിക്കുക, അള്ളാഹുടെ സ്നേഹമാണ്. വാപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിക്കുക, വാപ്പയോട് ഉമ്മയോട് സ്നേഹമാണ്. വാപ്പ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ചെറുക്കം ഇടത്തോട്ടേ പോകുള്ളൂ, എനിക്ക് വാപ്പാട് ഭയങ്കര സ്നേഹമെന്നും പറയും. വാപ്പ ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വലത്തോട്ടേ പോകുള്ളൂ, എന്നിട്ട് പറയും എനിക്ക് എന്റെ വാപ്പാട് ഭയങ്കര സ്നേഹമാണ്. ഇല്ല, അത് സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണം. ഇപ്പൊ ഭർത്താവ് പറയാണ് എന്റെ ഭാര്യയ്ക്ക് എന്നെ ഭയങ്കര സ്നേഹ, അതെന്തെ പറഞ്ഞാലൊന്നും കേൾക്കൂല, എന്തു പറഞ്ഞാലും കേൾക്കൂല, ഒക്കെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ. അന്തള്ളോ പറയോ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്? നേരെ തിരിച്ചും ഭാര്യ പറയാം എന്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹ, കാരണം എന്താ ഞാൻ പറഞ്ഞ ഒന്നും വാങ്ങിക്കൊടുന്നു വരില്ല. അങ്ങനെ സ്നേഹം ഉണ്ടോ? അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ അനുസരണം, പിൻപറ്റലും. അങ്ങനെ ഒന്ന് ചിന്തിക്കും സഹോദരങ്ങളെ. പൈസ ഇല്ലാത്ത സ്നേഹമുണ്ട്, ഒരു ഉസ്താദിന്റെ ആവശ്യമില്ലാത്ത സ്നേഹമുണ്ട്. അതിന് റബീഉൽ അവ്വൽ 12 വരേണ്ട ആവശ്യമില്ല, അത് കൊല്ലം തികയേണ്ട ആവശ്യമില്ല. രാവിലെ കിടപ്പറയെന്ന് എണീക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ ചൊല്ലിക്കോ, സ്നേഹമാണ്. പുറപ്പെടുകയാണ് പള്ളിയിലേക്ക്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലിക്കോ, സ്നേഹമാണ്. اللهم اجعل في قلبي نورا وفي لساني نورا وفي سمعي نورا وفي بصري نورا وعن يميني نورا. അങ്ങനെ സുദീർഘമായ പ്രാർത്ഥന സ്നേഹമാണ്. റബീഉൽ അവ്വൽ 12 വന്നിട്ടല്ല, 365 ദിവസവും സ്നേഹിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവർ പറഞ്ഞ സ്നേഹം എന്താ? അത് അവർക്ക് ചില സംഗതികളൊക്കെ ഒപ്പിക്കാനുള്ള സ്നേഹമാണ്. അതിലൂടെ നടക്കുന്നത് ബിദ്അത്താണ്, പേര് സുന്നത്തിയമാത്താണ്. അതിലൂടെ നടക്കുന്നത് ശിർക്കാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും, നമ്മുടെ ഓരോ നിമിഷങ്ങളിലും, വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ചലനങ്ങളിലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിക്കുക. അങ്ങനെ സ്നേഹിച്ചവരാണ് സ്വഹാബികൾ. രാവിലെ കുറെ ദിക്റുകളുണ്ട്, കുറെ ദുആകളുണ്ട്, 23ഓളം ദുആ ചൊല്ലാനുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദി 100 തവണ ചൊല്ലാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 തവണ ചൊല്ലാനുണ്ട്. അദ്കാറു സ്വബാഹ് അതേപോലെ വൈകുന്നേരമുണ്ട്. പ്രവാചക സ്നേഹമായി. അതിന് കൊല്ലം തികയണ്ട, പൈസക്ക് ചെലവില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാം, ദൂരയാത്ര പോകുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അജ്ഹല ഔ യുജ്ഹല അലൈ ഔ യുഅദ്ലിമ ഔ യുദ്ലമ അലൈ. പ്രാർത്ഥനകൾ ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കും, എന്നിട്ട് സ്വന്തം റസൂലിനെ സ്നേഹിക്കാൻ നോക്കി. ഇതൊക്കെ നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കേണ്ടത് പഠിച്ചിട്ടുമില്ല, ഉസ്താദ്മാര് പഠിപ്പിച്ചു തന്നിട്ടുമില്ല. എല്ലായിടത്തും അന്ധവിശ്വാസങ്ങൾക്ക് വകുപ്പ് എന്തുണ്ടോ അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ദൂരയാത്ര പോകുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാ. ബസ്സിൽ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ നമ്മൾ ചൊല്ലണം. വൈകുന്നേരമായ ദിക്റുകളുണ്ട്. എന്തിനേറെ രാത്രി അവസാനം നമ്മൾ കിടപ്പറയിലെത്തുമ്പോ ഇദാ അഖദത മദ്ജഅക ഫതവല്ല വുദൂഅക ലിസ്വലാത്ത്, നീ നിന്റെ കിടപ്പറയിലേക്ക് ചൊല്ലുമ്പോ നമസ്കാരത്തിനെന്ന പോലെ വുദൂ എടുക്ക്. പഠിപ്പിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതാ സുന്നത്ത്, റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെയോ നീ അവിടെ പോയിരുന്നിട്ട് കയ്യിലേക്കൊക്കെ ഊതി സൂറത്തുൻ നാസും ഇഖ്ലാസും ഫലക്കൊക്കെ ഓതി ശരീരം തടവി 3 തവണ ചെയ്ത് പിന്നെ ആയത്തിനെ കുറിച്ചൊക്കെ പാരായണം ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 ചൊല്ലി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഒക്കെ ചൊല്ലിയിട്ട് സുമ്മദ്തജി അലാ ശിഖ്ഖികൽ ഐമൻ, വലത്തോട്ട് ചെരിഞ്ഞു കിടക്ക്, വലത് കൈപ്പത്തി നിന്റെ കവിളിന്റെ അടിയിൽ വെക്ക്. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസകത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഅതു ളുഹ്രി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വനബിയികല്ലദീ അർസൽത. എത്ര നല്ല ദിവസമായി രാവിലെ മുതൽ കിടക്കോളം ദുആ, കിടക്കോളം ദിക്ർ. അതിൽ ഹദീസ് ഇല്ലാത്തതില്ല, ബിദ്അത്തില്ല, അന്ധവിശ്വാസമില്ല, പൈസക്ക് ചെലവില്ല, ബുദ്ധിമുട്ടണ്ട, ഒന്നുമില്ല. ആരുടെ നേതൃത്വത്തിന്റെ ആവശ്യമില്ല, ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. കണ്ടോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, വളരെ ലളിതാണ്.
പക്ഷേ നമ്മുടെ അറിവില്ലായ്മ മറ്റുമുള്ള ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാൻ കാരണമായി തീരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഖുർആനും ഹദീസും പഠിക്കണം എന്ന് പറഞ്ഞത്.